2024 മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് ഒക്ടോബർ മാസത്തിലാണ്. നമുക്കറിയാം, നിയമസഭയുടെ കാലാവധി അവസാനിക്കുകയാണ്. അതോടുകൂടി 288 സീറ്റുകളിലേക്കുള്ള ഫലം പുറത്തു വരും. തീർച്ചയായും 2019 BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിച്ചിരുന്നില്ല. BJPയും ശിവസേനയും ചേർന്നായിരുന്നു അന്ന് തെരഞ്ഞെടുപ്പിനെ NDA സഖ്യത്തിൽ നേരിട്ടതെങ്കിൽ പോലും ശിവസേനയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കാതെ അമിത്ഷായും അതുപോലെ തന്നെ BJP നേതൃത്വവും ശിവസേനയെ ചതിക്കുകയായിരുന്നു. അതിൻ്റെ ഫലമായി ശിവസേന നേതാക്കൾ NCPയും കോൺഗ്രസുമായി കൂടിയാലോചിച്ച് മഹാവികാസ് അഘാതി രൂപപ്പെടുത്തിയെടുത്തു. ആ ഭരണം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോയെങ്കിൽ പോലും അതിനെ കാലാവധി തീരും മുമ്പേ തന്നെ തള്ളിയിടുന്ന രീതിയുണ്ടായി. കോവിഡ് കാലത്ത് ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ നടത്തിയ സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനങ്ങൾ, ആ കാലഘട്ടത്തിൽ നടത്തിയ പ്രതിരോധ നീക്കങ്ങൾ എല്ലാം തന്നെ ആരോഗ്യ മേഖലയിൽ മഹാരാഷ്ട്ര ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു ചലനം ഉണ്ടാക്കിയ സമയമായിരുന്നു. മുംബൈ നഗരത്തെ ഭീഷണിയുടെ കയത്തിൽ നിന്നും കരകയറ്റിയത് വാസ്തവത്തിൽ ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിൽ ഉള്ള ഭരണം തന്നെയാണ്. അതിനെ ഏക്നാഥ് ഷിൻഡേക്കും തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഷിൻഡെ ആ മന്ത്രിസഭയിലെ അംഗം കൂടിയായിരുന്നു. ഇപ്പോൾ അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും ഷിൻഡേക്കും അനുകൂലികൾക്കും അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് BJPയും ഷിൻഡെ രംഗത്തെത്തുന്നുണ്ട്. ഇതൊക്കെ വെള്ളത്തിൽ വരച്ച വരയായി മാത്രമേ ജനങ്ങൾ കാണുകയുള്ളൂ. കാരണം ഇത്തരം പുളുവടിക്ക് അല്പായുസേ ഉള്ളൂ. ഷിൻഡെ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ ക്യാമ്പിന് 7 സീറ്റുകൾ ലഭ്യമായെങ്കിൽ പോലും അവിടെ BJPക്ക് വലിയ ക്ഷീണമാണ് മൊത്തത്തിൽ ഉണ്ടായത്. കാരണം മഹാബോധി സഖ്യത്തെ തകർത്തെറിയാൻ മഹാവികാസ് അഘാതി സഖ്യത്തിന് അഥവാ ഇന്ത്യ സഖ്യത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. 31 സീറ്റുകൾ ഇന്ത്യ സഖ്യം നേടിയപ്പോൾ മഹാബോധി സഖ്യത്തിന് വലിയ നഷ്ടങ്ങളാണ് ഉണ്ടായത്. ഇക്കുറി തെരഞ്ഞെടുപ്പിൽ തകർന്നടിഞ്ഞാൽ തീർച്ചയായും നരേന്ദ്രമോദിയുടെ ഭരണത്തിനെതിരെയുള്ള BJPയുടെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള ചോദ്യം തന്നെ ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അതിൽ തിരുത്തൽ ശക്തിയായി ഒന്നാമനായി തന്നെ BJPക്ക് ഉള്ളിൽ നിൽക്കുന്നത് നിതിൻ ഗഡ്കരിയാണ്. അദ്ദേഹം മഹാരാഷ്ട്രയിൽ നിന്നും നാഗ്പൂരിൽ നിന്നുമുള്ള ലോക്സഭാ അംഗം കൂടിയാണ്. മോദി മന്ത്രിസഭയിലെ ഏറ്റവും കാര്യക്ഷമതയുള്ള മന്ത്രി എന്ന പേരുള്ള വ്യക്തി കൂടിയാണ്. വർഗീയതയോ വർഗീയ രീതിയിലുള്ള പ്രവർത്തനമോ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും വരുന്നതായി പ്രതിപക്ഷം പോലും പറയുന്നില്ല. എന്നാൽ ഇത്തരത്തിലുള്ള തെറ്റായ ക്യാബിനറ്റ് തീരുമാനത്തെ അംഗീകരിക്കേണ്ടി വരുന്നു, പലപ്പോഴും മിണ്ടാതിരിക്കേണ്ടി വരുന്നു. പലപ്പോഴും അദ്ദേഹത്തിന് വോയിസ് ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അമിത്ഷായേക്കാളൊക്കെ എത്രയോ സീനിയർ ആയിട്ടുള്ള ഗഡ്കരിക്ക് പോലും ഒന്നും ചിലപ്പോൾ മിണ്ടാൻ കഴിയുന്നില്ല. അതിന് കാരണമാകുന്നത് മോദി അമിത്ഷാ രീതിയാണ് എന്നുള്ളതാണ്. അങ്ങനെ അധികാരം സെൻട്രലൈസ് ചെയ്യപ്പെടുമ്പോൾ അതിനെ വികേന്ദ്രീകരിക്കാൻ ശക്തമായി ഒരു ചാലക ശക്തിയായി ഗഡ്കരി നിൽക്കുന്നു. ഗഡ്കരി കൃത്യമായി ഗോവയിൽ നടന്ന മീറ്റിങ്ങിൽ പറഞ്ഞത്, ഇങ്ങനെ പോവുകയാണെങ്കിൽ അധികം വൈകാതെ BJPക്ക് വലിയ പരാജയങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. അത് മഹാരാഷ്ട്രയുടെ കാര്യം ഉൾപ്പെടെ ഉദ്ദേശിച്ച് തന്നെയാണ് അദ്ദേഹം പറഞ്ഞതെന്നതിൽ ആർക്കും ഒരു സംശയവുമില്ല. അത്തരത്തിലേക്ക് രാഷ്ട്രീയ രീതി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി അങ്ങോട്ട് വർഗീയത പറഞ്ഞും ക്ഷേത്രങ്ങളുടെ പേര് പറഞ്ഞും ഹിന്ദുത്വം വിളമ്പിയും ജനങ്ങളെ പറ്റിച്ചു കളയാം എന്ന് വിചാരിക്കേണ്ട. ജനങ്ങൾക്ക് കൃത്യമായും വിശ്വാസവും ആചാരവും ഒക്കെ ഉണ്ട്. അതുമായി ബന്ധപ്പെടുത്തി പൊളിറ്റിക്കൽ ഗെയിൻ അഥവാ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തിക്കളയാം എന്നത് നിങ്ങളുടെ തെറ്റിദ്ധാരണ മാത്രമാണ് എന്ന് നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും എതിരെ കൃത്യമായി ആഞ്ഞടിച്ചിരിക്കുന്നു ഗഡ്കരി.